മലയാള ജനത ന്യൂസ്, വാർത്തയുടെ സത്യവും ധർമ്മവും. അപകടം തന്നെ തോന്നുന്നു, അവിടെ എല്ലാം ഇടിഞ്ഞു പൊഴിഞ്ഞു. ഞങ്ങളിവിടെ പേടിച്ചാണ് നടക്കുന്നത്. പാലം ഏതവസ്ഥയിലും പോവാം. പക്ഷേ ഈ ഒരു പാലം എന്ന് പറയുന്നത് ഏത് സമയം വീഴാം. ഇപ്പോൾ ഒരുപാട് പഞ്ചായത്തിൽ പാവങ്ങൾക്ക് വീട് വെക്കാൻ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അവർക്കൊന്നും ഈ പൈസ കൊണ്ടുവന്ന് ഒരു ലോഡ് സാധനം അവിടെ ഇറക്കി അതിൽ നിന്ന് പകുതി കൊണ്ടുപോയി ഇറക്കണം, അല്ലെങ്കിൽ ഒരു ലോഡ് സാധനം കൊണ്ടുപോകാം. അങ്ങനെയൊക്കെ ബുദ്ധിമുട്ട്. പക്ഷെ പാലം നമുക്ക് ഒരു ആശ്രയമായിരുന്നു. ഇപ്പം അത് ഇങ്ങനെ തകർന്നതിനെ ഇരിക്കുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു പോകാൻ പോലെ പേടിയാണ്. അങ്ങനെ പേടിച്ചാണ് ഇപ്പൊ ജനങ്ങൾ പോണത്. നേരിട്ട് ബോധ്യപ്പെട്ടതാണ്. നേരെ ഇന്നലെ തന്നെ ഉറപ്പ് പറഞ്ഞിട്ടാണ് പോയത്. നാളെ തൊട്ട് തന്നെ ഇതിന്റെ പേപ്പറും കാര്യങ്ങളും ക്ലിയർ ചെയ്ത് ഇന്നലെ 75 ലക്ഷം രൂപ ഈ പാലത്തിന്റെ വർക്കിനായിട്ട് അനുവദിക്കുമെന്നുള്ള ഉറപ്പാണ് തന്നിരിക്കുന്നത്. ഉണ്ടാവണം, കാരണം നമ്മുടെ മറ്റുള്ള വികസനമൊക്കെ കാണുമ്പം ഇതിൽ പ്രതീക്ഷ ഉണ്ട്. മലയാള ജനത ന്യൂസിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ അബ്ദുറഹ്മാൻ. ഞാൻ നിൽക്കുന്നത് മൂന്നാറ്റുമുക്ക് ഇടയാർ പാലത്തിന്റെ മുമ്പിലാണ്. വളരെയധികം വിവാദമായിരിക്കുകയാണ് ഇപ്പോൾ ഇടയാർ പാലം. ഈ ഇടയാർ ഗ്രാമത്തിലേക്ക് ഏകദേശം 100ലധികം വീടുകളുണ്ട്. 1000-ലധികം ആളുകളാണ് ഇവിടെ താമസിക്കുന്നത്. ഇവിടെ ആളുകൾ ആശ്രയിക്കുന്ന ഒരു പാലമാണ് ഇടയാർ പാലം എന്ന് പറയുന്നത്. 20 കൊല്ലത്തോളം പഴക്കമായി ഈ ഒരു പാലം ഇവിടെ വന്നിട്ട് അതിനുശേഷം ഒരു മെയിൻ്റനൻസ് വർക്കോ മറ്റും ഇതുവരെയും നടന്നിട്ടില്ല എന്നാണ്. എന്നാൽ ഒരു വർഷം മുമ്പോ 6 മാസത്തിന് മുമ്പ് ഇതൊരു പരാതി പോയിട്ടുണ്ട്, പക്ഷേ ഒരു ആക്ഷൻ ഉണ്ടായിട്ടില്ല എന്നാണ്. എന്നാൽ ഇന്നലെ യാദൃശ്ചികമായി പുത്തമ്പള്ളി വാർഡിൽപ്പെട്ട മൂന്നാറ്റുമുക്കിലെ വെള്ളക്കെട്ട് പരിഹാരത്തിനായി അതിൻ്റെ പ്രവർത്തന ഉദ്ഘാടനം നിർവഹിക്കാനായി ആര്യരാജേന്ദ്രൻ മേയർ ഇവിടെ എത്തി. അതോടൊപ്പം തന്നെ വാർഡ് കൗൺസിൽ സലീം ഉണ്ടായിരുന്നു, നഗരസഭ അധികാരികളുണ്ടായിരുന്നു. ഈ സമയത്താണ് ഇവിടെ ആളുകൾ പരാതിയുമായി മേയറെ കണ്ടതിന് സമീപിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ മേയർ ഇവിടെ സന്ദർശിച്ചു. ഇതിൻ്റെ ഭയാനകമായ ഈ ഒരു അവസ്ഥ ബോധ്യപ്പെടുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ അപകടാവസ്ഥയിലായ ഈ ഒരു പാലത്തെക്കുറിച്ച് ബോധ്യപ്പെട്ട മേയർ ഇവിടെ ഒരു തുക നിശ്ചയിക്കുകയും ഉടനടി തന്നെ ഇതിൻ്റെ പണി ആരംഭിക്കുമെന്ന് പറയുകയും ചെയ്തു. എന്തായാലും ഇത് വാക്കുകളിൽ മുങ്ങിപ്പോകുന്ന അവസ്ഥ ഉണ്ടാകരുത്. പ്രവൃത്തി പരിചയത്തിൽ കൊണ്ടുവന്നാൽ മാത്രമേ ഇവിടെ ആളുകൾക്ക് ഒരു ആശയമായി മാറുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ജനങ്ങൾ പ്രതീക്ഷയോട് കാത്തിരിക്കുകയാണ്. നമുക്ക് എന്നാൽ മലയാള ജനത ന്യൂസിൽ ഇവിടെ താമസിക്കുന്ന ആളുടെ അഭിപ്രായങ്ങളും എന്താണ് ഇതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് നമുക്ക് നേരിൽ കാണാം. എവിടെ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യണം. നിങ്ങളുടെ കമൻസുകൾ പ്രതീക്ഷിക്കണം. നമുക്കിത് യൂട്യൂബിൽ, ഫേസ്ബുക്കിൽ, ഇൻസ്റ്റാഗ്രാമിലേക്ക് മലയാള ജനത ന്യൂസ് നിങ്ങളത് കാണുകയും കമൻസുകൾ അറിയിക്കുകയും ചെയ്യണം. എന്നാലും എന്താണ് ഇവിടുത്തെ ഇടയാറിലെ ജനങ്ങളുടെ അഭിപ്രായവും പാലത്തിൻ്റെ അവസ്ഥ നമുക്കത് നേരിൽ കാണാം. മൂന്നാറ്റുമുക്ക് പാർവതി പുത്തനാറിന് കുറുകെ ഇടയാറ് സ്ഥാപിച്ച ഈ പാലത്തിന് 20 കൊല്ലത്തെ പഴക്കമാണ് പറയുന്നത്. പാലത്തെ താങ്ങി നിർത്തുന്ന തൂണുകളും തുരുമ്പിച്ചതോടുകൂടി തകർച്ചയിലായിരിക്കുകയാണ് ഈ പാലം. ഈ പാലം ഏത് സമയവും താഴേക്ക് വീഴുമെന്നാണ് ഇടയാറിൽ താമസിക്കുന്ന 350ലധികം വീടുകളിൽ താമസിക്കുന്ന കുടുംബാംഗങ്ങൾ പറയുന്നത്. നേരത്തെ പാകിയിട്ടുള്ള കട്ടിയുള്ള ഇരുമ്പ് പാലയുടെ വെൽഡിംഗ് നേരത്തെ ഇളകിപ്പോയിരുന്നു. വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ ഇരുമ്പ് പാളി ഉയർന്നുകയും വാഹനങ്ങളെ ടയർ തട്ടി അത് മറിഞ്ഞു പോവുകയും ചെയ്യുന്നുണ്ട്. ഈ പാലയുടെ പരിക്കൻ ഭാഗങ്ങൾ തേയ്മാനം ഉണ്ടായതോടുകൂടിയാണ് നടന്നു പോകുന്നവരും വഴുതി വീഴുന്ന ഒരു അവസ്ഥയുണ്ടായത്. അത്യാസന്ന നിലയിലായ രോഗികളെ കൊണ്ടുപോകുന്നതിന് ആംബുലൻസിനും തീപിടുത്തമുണ്ടായാൽ അഗ്നിശമന സേനാംഗങ്ങൾ എത്തുന്നതിനും ഇത് വളരെ പ്രയാസം നേരിടുന്നുണ്ട്. നേരത്തെ നടന്നു പോകുന്ന ഒരു വഴിയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ഇത് തുരുമ്പിച്ച് ആകെ താഴേക്ക് വീഴുന്ന അവസ്ഥയിലാണ്. ഇതിന് ബദലായിട്ടാണ് 20 കൊല്ലങ്ങൾക്ക് മുമ്പ് വാഹനങ്ങൾക്ക് കടന്നുപോകാൻ പറ്റുന്ന രീതിയിലുള്ള ഈ പാലം നിർമ്മിച്ചത്. 2006 1/2 കോടിയിലധികം രൂപ ചെലവിട്ടാണ് ഈ പാലം നിർമ്മിച്ചത്. നിശ്ചിത ഭാരം മാത്രമേ കൊണ്ടുപോകാൻ പാടുള്ളൂ എന്ന നിയന്ത്രണവും ഏർപ്പെടുത്തി. എന്നാൽ വർഷാവർഷം നടത്താറുള്ള അറ്റകുറ്റപ്പണികൾ ചെയ്യാത്തതിനെ തുടർന്ന് പാലത്തിന്റെ തൂണുകളുടെയും നടുവിലും തുരുമ്പെടുത്ത് ദ്രവിച്ച അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. ഇത് പല സമയത്തും അധികാരികളെ അറിയിച്ചു എങ്കിലും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. കൗൺസിലർക്ക് പരാതി കൊടുത്തുവെങ്കിലും കൗൺസിലറും യാതൊരു നടപടിയും എടുത്തില്ല എന്നാണ് അറിയാൻ സാധിച്ചത്. എന്നാൽ 6 മാസം മുമ്പാണ് കൗൺസിലർ ഉൾപ്പെടെയുള്ളവർ നഗരസഭയ്ക്ക് പരാതി നൽകിയത്. ഇടയാറിൽ താമസിക്കുന്ന 350 കുടുംബങ്ങളിലെ ഏകദേശം 1000-ഓളം വരുന്ന ആളുകൾ നടപ്പാതയായി ഉപയോഗിക്കുന്നത് ഈ ഒരു പാലമാണ്. ഏകദേശം 2.5 കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ ഒരു ഇടയാർ പാലം അല്ലെങ്കിൽ ഈ ഒരു ഏരിയ നിലനിൽക്കുന്നത്. അങ്ങേ അറ്റത്തുള്ള ഒരു വീടുകളിലേക്ക് അല്ലെങ്കിൽ അവർ വീട് വയ്ക്കണമെങ്കിൽ പോലും ഇവിടുന്ന് വാഹനത്തിലേക്ക് കല്ലും സിമന്റും കയറ്റി പോകേണ്ടതുണ്ട്. എന്നാൽ ഈ പാലത്തിന്റെ പണി കാരണത്താൽ ഇപ്പോൾ കടത്തിവിടുന്നില്ല. അത് കാരണത്താൽ ലോഡിംഗ് അൺലോഡിംഗ് ആണ് ഏറ്റവും കൂടുതൽ പ്രയാസം ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് ജനങ്ങൾ കൂടുതൽ ദുരിതത്തിലാകുന്നതും. പാവപ്പെട്ടവന് വീട് വയ്ക്കാനുള്ള സംവിധാനങ്ങൾ സർക്കാർ കൊടുക്കുന്നുവെങ്കിലും അവർക്ക് വേണ്ടിയുള്ള സാധന സാമഗ്രികൾ എത്തിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് ഈ ഒരു വാർത്ത ഇപ്പോൾ ജനപക്ഷത്തിലേക്ക് കൊണ്ടുവരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെ കൗൺസിലറും അതോടൊപ്പം തന്നെ മേയറും തൊട്ടടുത്തുള്ള പുത്തമ്പള്ളി വാർഡിൽ ജലക്കെട്ട് അല്ലെങ്കിൽ വെള്ളക്കെട്ട് പരിഹരിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രവർത്തനത്തിൽ ഉദ്ഘാടനം നിർവഹിക്കാൻ വന്നപ്പോഴാണ് ജനങ്ങൾ ഇവിടെ കൗൺസിലറെ സമീപിക്കുകയും ഇവിടുത്തെ ദുരിതം അവരെ ബോധ്യപ്പെടുത്തുകയും ചെയ്തത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് മേയറും പുത്തമ്പള്ളി വാർഡ് കൗൺസിലറും മറ്റ് അധികാരികളും ഇവിടെ എത്തിയത്. അവർ ഇത് സന്ദർശിച്ച് പണി നടത്താമെന്ന് ഏറ്റെടുക്കുകയും ചെയ്തത്. എന്തായാലും ഉടനടി നടപടി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇവിടുത്തെ നാട്ടുകാരുടെ അഭിപ്രായങ്ങളാണ് ഇനി നമുക്ക് തേടുന്നത്. അവരുടെ അഭിപ്രായങ്ങൾ എന്താണ് എന്ന് നമുക്ക് നോക്കാം. പരമാവധി ഷെയർ ചെയ്യണം. അധികാരികൾ ഉടനെ തന്നെ ഇതിനൊരു ശാശ്വത പരിഹാരത്തിനായുള്ള നടപടി എടുക്കട്ടെ നമുക്ക് ആശിക്കാം.
ഇടയാറിലെ ജനങ്ങളുടെ ദുരിതങ്ങൾ പുറം ലോകത്ത് എത്തിക്കാനാണ് മലയാള ജനതാ ന്യൂസ് ശ്രമിക്കുന്നത്. എന്തായാലും ഇവിടെയുള്ള ജനങ്ങളുടെ വികാരാതീതമായിട്ടുള്ള അവരുടെ അഭിപ്രായങ്ങൾ അത് നമുക്ക് മുഖവിലേക്ക് എടുത്തുകൊണ്ട് തന്നെ ഇത് പരമാവധി ഷെയർ ചെയ്യാം. മേയർ പ്രസ്താവിച്ചതുപോലെ ഉടനടി തന്നെ ഈ ഒരു പാലം പണി തുടങ്ങട്ടെ. ഇവിടെയുള്ള ആളുകൾ സന്തോഷമായി സുഖവുമായി നടന്നു പോട്ടെ. ഞങ്ങളിവിടെ പേടിച്ചാണ് നടക്കുന്നത്. പാലം ഏതവസ്ഥയിലും പോവും. ഞങ്ങൾ പേടിച്ചാണ് കിടക്കണത്. എങ്ങോട്ട് പോവും, ഏതിലേക്കൂടെ പോവും. അല്ല, ഇത് കൗൺസിലറോട് പരാതിപ്പെട്ടില്ലേ നിങ്ങള്? അതൊക്കെ പയ്യന്മാര് പറഞ്ഞിട്ടുണ്ട്. എന്തിനൊരു പരിഹാരം കണ്ടില്ല. അപ്പൊ ഇന്നലെ ഇവിടെ എന്തായാലും മേയർ വന്നിട്ടുണ്ട്. അതിലൊരു പരിഹാരം കാണുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? എന്താ അവർക്കൊക്കെ തന്നെ അറിയാം. പ്രതീക്ഷയുണ്ടോ അമ്മയ്ക്ക്? മാറുമെന്ന് പ്രതീക്ഷയുണ്ട്. അത് അവര് തുണിയുണ്ട്, എങ്കിലേ നടക്കുള്ളൂ. അങ്ങനെ ഞങ്ങൾ പേടിച്ച് കിടക്കുകയാണ്. അങ്ങോട്ട് പോകാൻ പാടില്ല, ഇങ്ങോട്ട് വരാൻ പാടില്ല. പാലം ഒതുങ്ങുകയാണ്. ഞാൻ ഒതുങ്ങണം, പയ്യന്മാര് പോകുമ്പോഴും അങ്ങനത്തെ ഒരു ഇതിൽ കിടക്കണം. നമ്മൾ ഇങ്ങോട്ട് പോട്ടെന്നാണ് ഇപ്പം വിചാരിക്കുന്നത്. ശരിയാണ്. ഇവിടെ തന്നെയാണ് നിങ്ങളുടെ താമസം? എങ്ങനെയാണ് ഈ ഒരു പാലം ഇപ്പോൾ തകർന്ന് വീണാൽ എന്തായിരിക്കും ഇവിടുത്തെ ഒരു അവസ്ഥ? നമ്മളെ വഴിയാധാരം അത്ര നിങ്ങൾക്ക് ആശ്രയിക്കുന്ന ഈ ഒറ്റ പാലമാണ്. ഇന്നലെ മേയർ വന്നതിന് ശേഷം എങ്ങനെയാണ്, ഒരു പ്രതീക്ഷ ഉണ്ടോ അതോ ഇത് ഒരു വാക്കിൽ മാത്രം ഒതുങ്ങോ? 25 ലക്ഷം രൂപ എന്താ ഫണ്ടൊക്കെ അനുവദിച്ചെന്ന് പറയണം. സത്യാവസ്ഥ നമുക്കറിയില്ല. എന്നാലും പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. അതെ. എങ്ങനെയാണ് ഈ ഒരു പാലം നമുക്ക് ഒരു ആശ്രയമായിരുന്നു. ഇപ്പം അത് ഇങ്ങനെ തകർന്നിങ്ങനെ ഇരിക്കുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു പോകാൻ പോലെ പേടിയാണ്. അങ്ങനെ പേടിച്ചാണ് ഇപ്പം ജനങ്ങൾ പോണത്. പിന്നെ അതെത്രയും പെട്ടെന്ന് അതിനെ രാഷ്ട്രീയം നോക്കാതെ സന്തോഷമാണ് ഏറ്റെടുത്ത് അത് നടത്തി അതിന് നല്ല രീതിയിൽ കൊണ്ടുപോകണമെന്നാണ്. അപ്പൊ ഇന്നലെ മേയർ സന്ദർശിച്ചത് വഴി നിങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്? നമ്മൾ മേയർ സന്ദർശിച്ചാൽ നമുക്ക് പ്രതീക്ഷയുണ്ട്. അതിൽ 100% നമുക്ക് ഉറപ്പുണ്ട്. അത് ചെയ്ത് നമുക്ക് തരണമെന്ന് അവരോട് ഞങ്ങൾ ഇവിടുത്തെ ജനങ്ങളെല്ലാവരും പറയുന്നു. മേയർ ഇന്നലെ വന്ന് നോക്കി, ഇവിടെ നമ്മളിവിടുത്തെ ബ്രാഞ്ച് സെക്രട്ടറി എല്ലാവരും കൂടെ വന്നുകൊണ്ട് കാണിച്ച് അതിൻ്റെ നൂലാമാലകളെല്ലാം മനസ്സിലാക്കി മേയർ പോയിട്ടുണ്ട്. മേയർ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഉടനെ എന്തെങ്കിലും നടപടി ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ പ്രതീക്ഷയുണ്ട്. 100% പ്രതീക്ഷയുണ്ട്. പാലം ഇപ്പോൾ വന്നിട്ട് എത്ര വർഷമായി? 18-20 വർഷത്തിനകത്തേ വരും. ഇപ്പൊ എന്താണ് ഇത് പ്രശ്നം? കാരണം മെയിൻ്റനൻസ് വർക്ക് ഇതിന് ചെയ്തിട്ടില്ല. വർക്കൊന്നും ഒരു ഇന്നുവരെ ഒന്നും ചെയ്തിട്ടില്ല. ഇത്തപ്പന പെയിന്റ് വാരി അവർ ഈ അലുമിനിയം കളർ പെയിന്റ് വാരി അടിച്ചിട്ട് പോയതല്ലാതെ ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പൊ ഒരു സൈഡ് ഈ സൈഡ് തകർന്ന് പൊട്ടിയിരിക്കുകയാണ്. അതുകൊണ്ട് ഇപ്പൊ അടച്ചു വെച്ചിരുന്ന് ചെറിയ 407 എണ്ണം വന്നോണ്ടിരുന്നത്. പാവങ്ങൾ വീട് വയ്ക്കായി. ഈ ഒരു പാലമാണ് ഇതിനകത്തുള്ള ആശ്രയം. അല്ലാതെ ഇവിടെ ഒരുത്തരും വന്ന് തിരിഞ്ഞു നോക്കുന്നില്ല ഇന്ന് വരാം. ഇവിടത്തെ ഇത് ഏത് കൗൺസിലറിന്റെ കീഴിലാണ് വരുന്നത്? ഇത് ഇപ്പോഴത്തെ കൗൺസിലറാണ്. അത് BJP കൗൺസിലറാണ്. അദ്ദേഹം ഇന്നലെ ഉണ്ടായിരുന്നു? ഇന്നലെ ഇല്ലായിരുന്നു. ഓക്കെ. അപ്പോൾ ഈ മേയറും ഇവിടുത്തെ പുത്തമ്പള്ളി വാർഡ് കൗൺസിലറുമാണ് എത്തിയത്. ഓക്കെ. എന്താണ് അവർ പറഞ്ഞിട്ട് പോയത്? ഞാൻ ഇവിടെ പോയോണ്ട് വന്നപ്പോൾ ഇവിടെ ഇല്ലായിരുന്നു. ഞാൻ സ്ഥലത്തില്ല. ഞാൻ പണിക്ക് പോയിട്ട് വന്നപ്പോൾ ഈ പരിപാടിയെല്ലാം കഴിഞ്ഞു. ഓക്കെ. പക്ഷേ ഈ ഒരു പാലം എന്ന് പറയുന്നത് ഏത് സമയം വീഴാം. ഇപ്പോൾ ഒരുപാട് പഞ്ചായത്തും പാവങ്ങൾക്ക് വീട് വയ്ക്കാൻ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അവർക്കൊന്നും ഈ പൈസ കൊണ്ടുവന്ന് ഒരു ലോഡ് സാധനം അവിടെ ഇറക്കി അതിൽ നിന്ന് പകുതി കൊണ്ടുപോയി ഇറക്കണം, അല്ലെങ്കിൽ ഒരു ലോഡ് സാധനം കൊണ്ടുപോവാം. അങ്ങനെയൊക്കെ ബുദ്ധിമുട്ട്. പക്ഷെ അത് മാത്രമല്ല വിഷയം. അൺലോഡിങ് അതിന്റെ അല്ല. ഇതിനകത്ത് ഈ പാലം തകർന്നു കഴിഞ്ഞാൽ ഇതിനകത്തുള്ള പാവങ്ങൾ ആശുപത്രിയിലേക്ക് എങ്ങനെ എടുത്തിട്ട് പോകും? തീർച്ചയായും ആരും എടുത്തൊന്നും പോകാനില്ല. പണ്ട് ഇവിടുന്ന് കസാരയിലാണെങ്കിൽ ഈ പാലം വെച്ച് കഴിഞ്ഞാൽ കസാരയിലാണ് അപ്പുറത്ത് കൊണ്ടുപോകണ ഒരു രോഗിയില്ല. പക്ഷെ അങ്ങനെ എല്ലാവരും കൂടെ ശ്രമിച്ചാണ് ഈ ഒരു പാലം വന്നത്. പക്ഷെ ഈ പാലം വന്നിട്ട് ഇത്രയും വർഷമായി. ഇന്നൊരു അതിനൊരു നോക്കാനോ ഒരു പരാതി കൊടുത്തിട്ട് പോലും ആരും ഇവിടെ വരുന്നില്ല. താമസിക്കുന്നു. ഞാൻ ജനിച്ചതേ ഇവിടെ തന്നെ. ഇവിടെ ഈ പാലം എന്താണ് അപകടത്തിലാണെന്ന് പറയുന്നുണ്ടല്ലോ, എങ്ങനെയാണ്? അപകടം തന്നെ. അവിടെ എല്ലാം ഇടിഞ്ഞു പൊഴിഞ്ഞു. അപ്പൊ ഇവിടെ ഇതാണോ ഏക വഴി? നേരിട്ട് ബോധ്യപ്പെട്ടതാണ്. മേയർ ഇന്നലെ തന്നെ ഉറപ്പ് പറഞ്ഞിട്ടാണ് പോയത്. നാളെ തൊട്ട് തന്നെ ഇതിന്റെ പേപ്പറും കാര്യങ്ങളും ക്ലിയർ ചെയ്ത് ഇന്നലെ 75 ലക്ഷം രൂപ ഈ പാലത്തിന്റെ വർക്കിനായിട്ട് അനുവദിക്കുമെന്നുള്ള ഉറപ്പാണ് തന്നിരിക്കുന്നത്. അത് നമുക്ക് വളരെ പ്രതീക്ഷ തന്നെ. ഇതുവഴി പോകുന്നവർക്ക് ഏകദേശം ഒരു 500-600 വീടുണ്ടെന്ന് പറഞ്ഞു. ഇവരെല്ലാം ആശ്രയിക്കാൻ ഈ ഒറ്റ വഴിയേ ഉള്ളൂ? ഈ ഒരു പാലം മാത്രം തന്നെ. അഥവാ ഇനി പണി നടന്നു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെയായിരിക്കും അങ്ങ് പുറത്തേക്കും അകത്തേക്കും പോകാനുള്ള ഒരു ചെറിയ ബുദ്ധിമുട്ട് വരും. മൊത്തത്തിൽ അവർ പൊളിക്കില്ല. ഒരാൾക്ക് നടന്നു പോകാനുള്ള വഴിയൊക്കെ ഇട്ടാണ് ഈ പാലത്തിന്റെ ഒരു മെയിൻ്റനൻസ് വർക്കൊക്കെ നടത്തിയിട്ടുള്ളത്. ഇപ്പം ഷീറ്റ് മാറ്റൂല. വാഹനങ്ങൾ അക്കരെ വെക്കേണ്ടി വരും. നടന്നു പോവേണ്ട ഒരു ഇത് വരും. ഇതിനകത്തേക്ക് എത്ര കിലോമീറ്റർ ദൂരെയാണ് അവസാനത്തെ വീടുള്ളത്? ഏകദേശം ഒരു 2.5 കിലോമീറ്റർ വരെ. അതുവരെ നടന്നു പോകേണ്ടി വരും. ഓക്കെ. അന്വേഷിച്ചിടത്തോളം 4 വർഷമൊക്കെ കഴിഞ്ഞു അവിടെ ഒരു പരാതി എത്തിയപ്പം തന്നെ.
അതൊരു കുറവാണ്. രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞത് ഇനിയിപ്പം മേയർ ഡയറക്റ്റ് തന്നെ വന്ന് ഇതിനെ നോക്കിയിട്ടുണ്ട്, ഒരു പ്രതീക്ഷ ഉണ്ട്. അഥവാ ഇവിടുത്തെ കൗൺസിലറാണ് അപ്പോൾ ഉത്തരവാദി എന്നാണ് പറഞ്ഞു വരുന്നത്. കാരണം 4 വർഷമായിട്ട് ഈ ഒരു പ്രതിസന്ധി അറിയിച്ചില്ല എങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം കൗൺസിലറാണല്ലോ. ഇപ്പൊ എന്തായാലും MLA എന്ന് പറഞ്ഞാലും കൗൺസിലർ എന്ന് പറഞ്ഞാൽ ഇവർക്ക് ബാധ്യതയാണ്. അതിപ്പം ആരായാലും. അപ്പം നമ്മൾ ഇപ്പം MLA ചെയ്തില്ലെങ്കിലും അല്ലെങ്കിൽ കൗൺസിലർ ചെയ്തില്ലെങ്കിലും ആ ഉത്തരവാദിത്വം ഈ രണ്ടുപേരുടെ ഭാഗത്തും വരും. അല്ല, അവരെ അറിയിക്കേണ്ടത് ജനങ്ങളാണ്. ജനങ്ങൾ അറിയിച്ചിട്ടുണ്ട്, നേരത്തെ അറിയിച്ചിട്ടുണ്ട്. അപ്പൊ ഈ കൗൺസിലർ അവര് ഒരു 2 വർഷത്തിന് മുന്നേ പരാതി കൊടുക്കാമായിരുന്നു അല്ലേ? പക്ഷെ കൊടുത്തിട്ടില്ല. നമ്മൾ അന്വേഷിച്ചപ്പം കൊടുത്തതെന്ന് വെച്ചാൽ ഒരു 6 മാസത്തിന് ശേഷം എന്തോ ആണെന്ന് തോന്നുന്നു, നമ്മൾ അറിഞ്ഞതാണ്. അതിനുശേഷമാണ് കൊടുത്തത്. അപ്പം അതിന് മുന്നേ ചെയ്യാമായിരുന്നു. ചെയ്തിരുന്നെങ്കിൽ ആ ഒരു വർക്ക്. കാരണം ഇപ്പം നമ്മളിപ്പം വീടുകളിൽ ചെയ്യുമ്പോൾ ശമ്പളം ജോലി ചെയ്ത് ശമ്പളം വാങ്ങിക്കും പോലെയല്ല, ഇത് ഗവൺമെന്റ് ആണ്. അപ്പം നമ്മൾ അതിൻ്റെതായ കാര്യങ്ങൾ നേരത്തെ ചെയ്യണം. എന്നാലേ ഇതിനൊരു അതിന്റെ ഒരു ഘട്ടം ഘട്ടമായിട്ട് സാധനം എത്തുള്ളൂ. അല്ലാതെ അവസാന നിമിഷം കൊണ്ടുപോയിട്ട് നമ്മൾ ഇങ്ങനെയൊക്കെയാണ് അങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ചെയ്യേണ്ടത് ചെയ്യണം. അത് ആരായാലും, MLA ആയാലും ശരി തന്നെ, കൗൺസിലർ ആയാലും ശരി തന്നെ. ഇപ്പൊ ഒരു പ്രതീക്ഷയുണ്ടോ ഇതിലെ? പ്രതീക്ഷ എന്ന് പറയാൻ കാര്യം ഇപ്പം ശരിക്കും പറഞ്ഞാൽ പാലത്തിനെ സംബന്ധിച്ച് വന്നതല്ല, ഓട നിർമ്മാണം. നമ്മൾ ആ പാല വെള്ളക്കെട്ടാണ് ബാധിച്ചു വന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് പുള്ളി ഇത് കാണുന്നതും പുള്ളി കയറി നോക്കുന്നു. പിന്നെ വെള്ളക്കെട്ടിന്റെ ഉദ്ഘാടനത്തിന് വന്നപ്പോഴാണ് ഇന്നത്തെ പരാതി കേട്ടത്. അങ്ങനെയാണ് അദ്ദേഹം കടന്നു വന്നത്. അല്ല, അതിന് മുന്നേ എന്തോ പരാതി 6 മാസം മുന്നേ കൊടുത്തെന്ന് പറയുന്നു. ഇതെല്ലാം പറയുന്നു, നമുക്കറിയില്ല. അപ്പം അതിന്റെ ഭാഗമായിട്ടല്ല വന്നത്, ശരിക്കും വെള്ളക്കെട്ടിന്റെ ഭാഗമായിട്ടാണ് വന്നത്. പ്രതീക്ഷ ഉണ്ടാവണം. കാരണം നമ്മുടെ മറ്റുള്ള വികസനമൊക്കെ കാണുമ്പം ഇതിൽ പ്രതീക്ഷ ഉണ്ട്. ഇതാണ് ഇടയാറിലെ ജനങ്ങൾക്ക് മലയാള ജനതാ ന്യൂസ് വഴി ജനങ്ങളോടും അധികാരികളോടും പറയാനുള്ളത്. ഞങ്ങൾക്ക് വീട് വെക്കണമെങ്കിൽ പോലും ഇതുവഴി ലോഡിംഗ് എളുപ്പമാക്കാൻ വേണ്ടി ഒരു ചെറിയൊരു മിനി ലോറിയെങ്കിലും കടന്നു പോകാൻ സാധിക്കണം. എന്നാൽ ഇപ്പോൾ ഈ പാലം തകരാറിലായത് കാരണത്താൽ അത് സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ ചെലവ് വരികയാണ് ഒരു വീട് വയ്ക്കാൻ. മാത്രമല്ല, അസുഖം ബാധിച്ചാലോ എന്തെങ്കിലും ഒരു അത്യാവശ്യ കാര്യം പറ്റിയാലോ ഈ ഒരു പാലമാണ് ആശ്രയിക്കുന്നത്. ഇത് തകർന്നു വീണ് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ആരും തിരിഞ്ഞു നോക്കാനില്ലാത്ത അവസ്ഥയാവും. മേയറുടെ സന്ദർശനത്തോടുകൂടി വലിയ പ്രതീക്ഷയിലാണ് ഇടയാറിലെ ജനങ്ങൾ. ജാതിമത ഭേദമന്യേ കക്ഷി രാഷ്ട്രീയങ്ങളില്ലാതെ എല്ലാവരും കാത്തിരിക്കുകയാണ് ഈ പാലം പണി ഉടൻ തുടങ്ങാൻ വേണ്ടി. എന്നാൽ പാലം പണി തുടങ്ങുമ്പോൾ അടുത്ത് ഇവിടെയുള്ള ഏകദേശം 2.5 കിലോമീറ്റർ ഉള്ളിലാണ് വീടുകൾ ഉള്ളത്. അവിടെയുള്ള ആളുകൾ നടന്നു പോകേണ്ടി വരും. വാഹനങ്ങൾ ഇതുവഴി കടന്നു പോകാൻ സാധിക്കാത്ത അവസ്ഥയുണ്ടാകും. അതിനും ഒരു പ്രതിവിധി കണ്ടെത്തേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ മുമ്പ് കാലഘട്ടത്തിൽ പോലെ തന്നെ വള്ളങ്ങളെ ആശ്രയിക്കേണ്ടി വരും. ഈ വെള്ളക്കെട്ടിന് പരിഹാരം കാണാൻ വേണ്ടിയാണ് സത്യത്തിൽ ഇവിടെ മേയർ എത്തിയത്. ആ വെള്ളക്കെട്ട് പരിഹാരവും ഉടനെ കാണും. ഇതിന്റെ ഉദ്ഘാടനത്തിനുള്ള തറക്കല്ലും ഇവിടെ ഇടുകയുണ്ടായി. എന്നാലും വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സർക്കാർ ജനങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി ആയി ഇതും മുൻകൈ എടുത്തുകൊണ്ട് പ്രവർത്തിക്കട്ടെ നമുക്ക് ആശിക്കാം. മലയാള ജനതാ ന്യൂസിന് വേണ്ടി അബ്ദുറഹ്മാൻ പള്ളിത്തെരുവ്. മലയാള ജനതാ ന്യൂസ്, വാർത്തയുടെ സത്യവും ധർമ്മവും.